ചെയ്യുന്നത് ഫിഷ് സ്റ്റൂ ആണ്. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒരു 5 പീസ് കട്ട ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ. 6-7 ഗ്രാമ്പൂ ഇട്ട് കപ്പ് രണ്ടാം പാലിൽ 1 മുറി തേങ്ങയാണ്. അതിന് രണ്ടാം പാലിൽ 2 കപ്പ് രണ്ടാം പാലിൽ തിള വന്നിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മീൻ ചേർത്ത് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് മീൻ വേവിച്ചെടുക്കും. ഒന്ന് തുറന്ന് നോക്കാം. ഒരു 5 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. മീനൊക്കെ വെന്ത് തുടങ്ങുന്നേ ഉള്ളൂ. അതിലോട്ട് നമുക്ക് അരിഞ്ഞ് വെച്ച ഒരു തക്കാളി, ഇതേ കണക്ക് സ്ലൈസ് ചെയ്ത തക്കാളി ചേർത്ത് കൊടുക്കും. തക്കാളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും മീൻ പൊടിഞ്ഞു പോകരുത്. ശകലം ടേസ്റ്റിന് മാത്രം കുറച്ച് കുരുമുളക് ചേർത്ത്. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കുരുമുളകാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ മീൻ വേഗം വരെ വെച്ച്. മീൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ഈ 1-ാം പാല് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1 മുറി തേങ്ങയുടെ പാലാണ്. അതിൽ 2-ാം പാല് ഞാൻ 2 കപ്പ് എടുത്തു. ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് സ്പൂണിൽ ചേർക്കാതെ ഇങ്ങനെ തന്നെ ചുറ്റിച്ചു കൊടുക്കുക. ഇത് വയ്ക്കുക. ഉപ്പുണ്ടോയെന്ന് നോക്കുക. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിള മാത്രം വന്നാൽ മതി. ഒരുപാട് തിളച്ച് പോകരുത്, പിരിഞ്ഞു പോകും. ഉപ്പുണ്ട്. അപ്പം തിള വന്നിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് കടുക് താളിക്കാൻ ആവശ്യമായ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 5-6 ചെറിയ ഉള്ളി അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കുക. ചെറിയ ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിൽ ബ്രൗൺ നിറമായിട്ടുണ്ട്. നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം.